നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെയല്ല. എൻ്റെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട്, ഒരുപാട് സമയം എനിക്ക് ഫ്രീ ആയിട്ടുണ്ട്. പിന്നെ ഈ പൈസയൊക്കെ ഞാൻ ചിലവാക്കുമ്പോൾ എനിക്കതിൽ നിന്നൊന്നും തിരിച്ചു വേണമെന്നില്ല. പോട്ടെ, പണം പോട്ടെ, പവർ വരട്ടെ എന്നൊക്കെ വിചാരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ മസ്റ്റ് വാച്ചാണ്. തിയേറ്ററിൽ പോയി ഇരുന്ന് തന്നെ കാണാൻ പറ്റുകയാണെങ്കിൽ PVRൻ്റെ ലെക്സ് ടിക്കറ്റ് തന്നെ എടുത്ത് കാണുക. അതാകുമ്പോൾ ഇരിക്കല്ലോ, കിടന്നാണല്ലോ കാണുന്നത്. ഇടയ്ക്ക് വെച്ച് ഉറങ്ങിപ്പോയാലും ലാഭമാണ് എന്ന് വിചാരിച്ച് സമാധാനിക്കാം. പറഞ്ഞു വരുന്നത് ശങ്കർ സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമ ഗെയിം ചേഞ്ചറിനെ കുറിച്ചാണ്. നമ്മൾ ഈ കൗമാരകാലത്ത് എന്ന് വെച്ചാൽ ഒരു LP സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ചില ചേട്ടന്മാരുണ്ടാവും. അവർ ആ സമയത്ത് ചില ചെപ്പടി വിദ്യകളൊക്കെ കാണിക്കും. കുഞ്ഞു പിള്ളേർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഥയൊക്കെ വന്ന് പറയും. നമ്മളതിങ്ങനെ വായും പൊളിച്ച് ആവേശത്തോടെ ഇരുന്ന് കേൾക്കും. അന്ന് അതൊക്കെ ഭയങ്കര സംഭവമായിട്ട് തോന്നും. പക്ഷെ നമ്മൾ വളർന്ന് വലുതായി കഴിഞ്ഞതിന് ശേഷവും ഇവർ ഇതേ പണി തുടർന്നുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അവരോട് സഹതാപം തോന്നും. കാര്യം അതിൻ്റെ കാലം കഴിഞ്ഞു, പക്ഷെ അവരിപ്പോഴും അത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന പോലെ ഏകദേശം അതേ അഭിപ്രായം തന്നെയാണ് ശങ്കർ സംവിധാനം ചെയ്ത് അവസാനം വന്ന ഇന്ത്യൻ 2 കണ്ടപ്പോഴും ഈ സിനിമ കാണുമ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നത്. സാർ, നിങ്ങളുടെ കയ്യിൽ പുതിയതായിട്ടൊന്നും ഇല്ലേ? കാർത്തിക് സുബ്ബരാജ് കഥ എഴുതി കൊടുത്തെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കാർത്തിക് സുബ്ബരാജ് അറിഞ്ഞുകൊണ്ട് പണിതാണ്, നമ്പാതെ. പുള്ളി തന്നെ, അതായത് ശങ്കർ തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള മുൻ സിനിമകളുടെയൊക്കെ ഈച്ച കോപ്പി എടുത്ത് വെച്ച് ഒരുമിച്ച് ചേർത്ത് അതിന് ഒരു ഉട്ടോപ്യൻ രാജ്യത്ത് സംഭവിക്കുന്നൊരു കാര്യമൊക്കെ ആയിട്ട് കാണിച്ച് എന്തോന്നത്. ഒന്നെങ്കിൽ വിവരമോ വിദ്യാഭ്യാസമോ, ഇല്ലെങ്കിൽ ഇനി അതല്ല വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടെന്ന് പുറമേ എല്ലാവർക്കും തോന്നുന്ന തരത്തിലുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത്യാവശ്യം വലിയ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യും. പക്ഷേ രാജാധികാരം തിരിച്ചു വന്നാലാണ് നമ്മുടെ നാട് നന്നാവുക എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിലും ഈ സിനിമയിൽ കാണിച്ചു കൂട്ടുന്നതൊക്കെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ തോന്നിയെന്ന് വരും. സിനിമ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ VFX ആണ്. വെട്ടി ഒട്ടിച്ച് അത് ആ ഫെവിക്കോൾ ഉണ്ടല്ലോ, നമ്മൾ ഒട്ടിച്ച് വെച്ചതിൻ്റെ ഫെവിക്കോൾ വരെ നമുക്ക് എടുത്ത് കാണാൻ പറ്റുന്ന രീതിയിലുള്ള VFX ആണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു ട്രെയിനിങ് ഇങ്ങനെ മലയുടെ സൈഡിൽ കൂടിയൊക്കെ വരുന്ന സമയത്ത് ഈ മലയ്ക്കൊരു ഭംഗി പോലെ നമുക്ക് ഇവിടെ ഒരു വലിയ ബിൽഡിംഗ് വെക്കണം, ഇന്നാ സാർ ഞാനിവിടെ വെട്ടി വെച്ചു എന്ന് പറഞ്ഞാൽ ഒരാൾ ഒട്ടിച്ച് വെക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത സാധനം ചെയ്യുന്നു. അങ്ങനെ VFX ഇട്ട് നിറച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഒരു ട്രെയിൻ തടഞ്ഞു നിർത്തി നമ്മുടെ നായകനെ കൊല്ലാൻ ശ്രമിക്കുന്നു. അപ്പം നായകൻ ലോക്കോ പൈലറ്റിനോട് നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞ് ബാക്കി പുള്ളിയുടെ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഏത് IAS ഒക്കെ കിട്ടിയ ആ സന്തോഷത്തിൽ കള്ളിമുണ്ടും മറ്റേ കയ്യില്ലാത്ത ബനിയനും ഒക്കെ ഇട്ട് അട്ടഭ്രാന്തം വെയിലത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൻ്റെ അകത്ത് ചില്ല് ചെയ്തിരിക്കുകയായിരുന്നു നമ്മുടെ നായകൻ. അവിടെ ചെന്നിട്ടാണ് യുവമാർ ഇദ്ദേഹത്തിനെ പൊക്കിയെടുത്ത് പുറത്തിടാൻ നോക്കുന്നത്. പുള്ളി പുറത്തിറങ്ങുന്നു. പിന്നെ അടപടല ഇടിയാണ്. ഇടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മെക്കാനിക്കൽ ക്യാമറയില്ലേ, ഇങ്ങനെ മൂവ് ചെയ്ത് ഭീഷ്മയിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ക്യാമറ, ആ ക്യാമറയെ സത്യത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ കൊണ്ട് നമ്മുടെ ഭായിമാരെ ആരോ കൊണ്ട് പണിയെടുപ്പിക്കുന്ന പോലെ അച്ചാരം പുച്ചാനം പണിയെടുത്ത് ആദ്യത്തെ 2 ഫൈറ്റ് കഴിഞ്ഞപ്പോഴേ അത് കേടായി പോയെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഫൈറ്റിലൊന്നും അത് ഉപയോഗിക്കുന്ന കണ്ടില്ല. പക്ഷെ ആദ്യത്തെ 2 ഫൈറ്റ്, പ്രത്യേകിച്ച് ആ ഫസ്റ്റ് ഫൈറ്റ്, ഒരു മിഷനാണെങ്കിലും അതൊരു മിഷനല്ലേ. അങ്ങനെ ആ മൃദംഗ പൊളിക്കുന്ന ഫൈറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചത് വൻ പോളിഷിംഗ് ആണ് സ്കിൻ ടോണെ. അതായത് രാം ചരണിൻ്റെയൊക്കെ മുഖം, ഒന്നാമത് പുള്ളിയുടെ മുഖത്ത് അങ്ങനെ എക്സ്പ്രഷൻ വരാറില്ലല്ലോ, അത് ഈ സിനിമയിലും മാറ്റിയിട്ടില്ല. ഒറ്റ എക്സ്പ്രഷനാണ്. ശരിക്കും പറഞ്ഞാൽ രാം ചരണിൻ്റെ സിനിമ കാണുന്ന നമ്മളാണ് ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ. കാര്യം പുള്ളിയുടെ എക്സ്പ്രഷൻ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതായത് ഇതൊരു സാഡ് മൊമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഇത് ഇയാൾക്ക് ദേഷ്യം വരുന്നൊരു മൊമെൻ്റ് ആണ്, പുള്ളി കോമഡിയാണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത് നമ്മുടെ ഒരു ബ്രില്യൻസ് ആണ്. അപ്പോൾ ആ മുഖത്ത് ഇവർ പോളിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ സ്കിന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ എടുത്ത് ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, സിനിമയിൽ ഉടനീളം പല ആളുകളുടെയും സ്കിന്നിങ്ങനെ ശരിക്കും സോപ്പ് പതപ്പിച്ച് വെച്ചതുപോലെ പതപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഹെലികോപ്റ്റർ വരും. ഹെലികോപ്റ്റർ സത്യത്തിൽ ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. കാരണം സിനിമയിൽ ഉടനീളം ഹെലികോപ്റ്റർ ഉണ്ട്. ഇത് മറ്റേ ബിലാലിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. എവിടെ നിന്ന് വന്നെന്നോ എങ്ങോട്ട് പോകുമെന്നോ ആരാണിതെന്നോ ആർക്കും അറിയില്ല. പക്ഷേ ഹെലികോപ്റ്റർ ഉണ്ട്. തുടക്കം മുതൽ അവസാനം വരെ അച്ചറ പുച്ചറ പറക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ ഫൈറ്റൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹം IAS ഉദ്യോഗസ്ഥനായിട്ട് നാട്ടിലെത്തിയിരിക്കുകയാണ്. സത്യത്തിൽ പുള്ളി IPS ഉദ്യോഗസ്ഥനായിരുന്നു. IPS വേണ്ടെന്ന് വെച്ച് എന്തിന് IAS എടുത്തു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ അവിടെ നമ്മുടെ ഹൃദയം തുരക്കുന്ന ഒരു പ്രണയ കാവ്യമാണുള്ളത്. നമ്മുടെ നായകനും നായികയും അവർ കോളേജിൽ വെച്ചിട്ടാണ് കണ്ടുമുട്ടുന്നത്. പക്ഷേ അവർ പരിചയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നായികയുടെ അച്ഛനെ എടുത്തിട്ട് പഞ്ഞി കിട്ടാണ് നായകൻ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജ് പഠിക്കുമ്പോൾ ഇയാൾക്ക് കംപ്ലീറ്റ് മുൻശുണ്ടിയാണ്. ശുണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശുണ്ടി കയറി കഴിഞ്ഞാൽ കണ്ണും മൂക്കുമില്ല, എല്ലാവരും എടുത്തിട്ട് ഇടിച്ച് കളയും. ഇടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിലാണ്. കഞ്ചാവ് വിൽക്കുന്നത് തെറ്റായിട്ടുള്ള കോളേജിൽ ഒരു കഞ്ചാവ് തോട്ടം വളർത്തി എന്നുള്ള ചെറിയ കാര്യത്തിന് വില്ലനെ എടുത്തിട്ട് ഇടിക്കുന്നു. പിന്നെ ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറി എന്നുള്ളത് കൊണ്ട് ഒരു പ്രൊഫസറെ എടുത്തിട്ട് ഇടിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നായിക ഇദ്ദേഹത്തിൻ്റെ ശുണ്ടിത്തരം ഒഴിവാക്കാനുള്ള ടെക്നിക്കുകൾ പറഞ്ഞു കൊടുക്കും. ഇത് കേട്ട് നായകൻ സംസ്ഥാനം ഒട്ടാകെ റോഡ് ബ്ലോക്ക് ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൾ അവനോട് ഉപദേശിക്കുന്നത്, മോനെ നീ പോയി IAS പഠിക്കുക, അതാണ് നല്ലതെന്ന്. എന്നിട്ട് അവൾ ആ വഴി പോവുകയാണ്. ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതെൻ്റെ തലേന്ന് പോയി എന്ന്. പക്ഷേ ഇല്ല, ഇവൻ പോയി സിവിൽ സർവീസ് പരീക്ഷയൊക്കെ എഴുതി. പക്ഷേ IPS കിട്ടിയുള്ളൂ. IAS ഇല്ല, പോട്ടെ IPS എങ്കിലും കിട്ടിയല്ലോ എന്ന് വെച്ച് കല്യാണം കഴിക്കാൻ നിന്നില്ല. അവൾ അപ്പം തന്നെ നാട് വിട്ട് കളഞ്ഞു. അല്ല, ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാവണ്ടേ? അങ്ങനെയല്ല, അവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് യവൻ
IAS കാരനായത്. എന്നിട്ട് ഇവർ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു സീനുണ്ട് മാൻ. ഒരു 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 ജില്ലയുടെ അതിർത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രണയത്തിൽ ഇത്രയും പ്രാധാന്യമുണ്ടെന്നുള്ളത് ഈ സിനിമ കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. നിങ്ങളിങ്ങനെ ഹൃദയം നുറുങ്ങുന്ന വേദനയോടുകൂടി അവൻ വണ്ടിയെടുത്ത് പോകുന്ന കാഴ്ച കണ്ട് ചിലപ്പോൾ നിങ്ങളും ഹൃദയം നുറുങ്ങിപ്പോകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിടന്ന് കാണാൻ പറ്റുന്ന സീറ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നുറുങ്ങിയിട്ട് ഉറങ്ങിപ്പോകും. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവൻ കളക്ടർ ആയതിനു ശേഷം വൻ ഒരടിയുണ്ടായി. അതായത് അവൻ്റെ ജോലി തന്നെ പോകുന്ന ദുരന്തം പിടിച്ചൊരു സ്പേസിൽ ഒരു കാരണമില്ലാതെ തല്ലുണ്ടാക്കുമ്പോൾ നീ പണ്ട് എനിക്ക് വേണ്ടി തല്ലുണ്ടാക്കിയപ്പോൾ എനിക്ക് വേനിച്ച്, പക്ഷെ നീ ഇപ്പോൾ കളക്ടറായിട്ടും തല്ലിയില്ലേ, ലവ് യുടാ എന്ന് പറഞ്ഞിട്ട് നോക്കാൻ പോകുന്നു. എന്താണ് കുട്ടി നിൻ്റെ പ്രശ്നം? പിന്നെ ഈ സിനിമയിലെ 2 കഥാപാത്രങ്ങൾക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. നേരെ നോക്കി ഇവർക്കൊന്നും കാണാൻ പറ്റില്ല. അതായത് നമ്മൾ അവരുടെ മുന്നിൽ പോയി നിന്ന് അവർക്ക് മനസ്സിലാവില്ല. അവർ നമ്മൾ ഇങ്ങനെ തിരിഞ്ഞിട്ട് അവരെ അങ്ങോട്ട് നോക്കും. അപ്പോൾ ഈ ചെവി കൊണ്ടാണ് ഇവർ കാണുക. എങ്ങനെ സാധിക്കുന്നു മിസ്റ്റർ ശങ്കർ താങ്കൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ? പലപ്പോഴും ഈ തെലുങ്ക് കന്നഡ സിനിമകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഫിസിക്സിനെ വേണ്ടാന്ന് വെക്കാറുണ്ട്. കുഴപ്പമില്ല, ലോജിക് പോട്ടെ നോക്കാറുണ്ട്. ഹിസ്റ്ററി, കെമിസ്ട്രി, ബയോളജി എന്ത് വേണമെങ്കിലും വേണ്ടാന്ന് വെക്കാം. പക്ഷേ കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം, അടിസ്ഥാന വിദ്യാഭ്യാസം, ഈ അവയവമാണ് ലൈറ്റിനെ സ്വീകരിച്ചിട്ട് കാഴ്ച നിശ്ചയിക്കുന്നത്. ഇതല്ല, ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഈ സിനിമയിൽ 2 കഥാപാത്രങ്ങൾക്ക് ഈ പ്രത്യേകതയുണ്ട്. എനിക്ക് പെട്ടെന്ന് പാണ്ടിപ്പടയിലെ സലിംകുമാറിനെയാണ് ഓർമ്മ വന്നത്. ഇവനല്ല, നീ എന്ന് പറയുന്ന ആ ഡയലോഗ്. ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എൻ്റെ അറിവ് വളരെ പരിമിതമാണ്. അങ്ങനെ അവസ്ഥയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി തന്നെ മാപ്പ് പറയുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനൊരു സിറ്റുവേഷൻ ഒരു മനുഷ്യൻ ഉണ്ടാവുമെന്ന്. ഒരു സമയം കഴിയുമ്പോൾ ഈ കഥ റോക്കറ്റ് വിട്ട പോലൊരു പോക്ക് പോവാണ്. അതായത് ഒരു മുഖ്യമന്ത്രി ചാവാൻ കിടക്കുമ്പോൾ അയാൾ പറയുകയാണ് എനിക്ക് ശേഷം ലവനാണ് മുഖ്യമന്ത്രി ആവേണ്ടത്. എന്നിട്ട് ഏതോ ഒരാളുടെ പേര് പറയുകയാണ്. അപ്പോൾ ഉടനെ അവന് എന്നാൽ നമുക്ക് മുഖ്യമന്ത്രി ആക്കാമെന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ പിടിച്ചുകൊണ്ട് വരികയാണ്. എങ്ങനെ? ഇലക്ഷനൊക്കെ ഇല്ലേ? ഇതേത് രാജ്യം സാർ? ബാക്കിയെല്ലാം കാണിക്കുന്നുണ്ടല്ലോ. ഇലക്ഷൻ കമ്മീഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ ഇത്ര സംഭവമാണ്, ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇത് ഇന്ത്യ മഹാരാജ്യമാണ്. പിന്നെ ഇന്ത്യയിലെ കുറേ നേതാക്കന്മാരെയും നമ്മുടെ ഡോക്ടർ BR അംബേദ്കറിനെ ഉൾപ്പെടെ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇത് ഇന്ത്യ ആണല്ലോ. ഇവിടെ എങ്ങനെയാണ് അങ്ങനെ ഒരു ഇതെന്താ രാജഭരണോ? പിന്നെ ഇതിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാട്ടുകൾ എടുത്തു വെച്ചിരിക്കുന്നത് എൻ്റെ മോനെ ഒരു രക്ഷയില്ല. കേൾക്കാൻ കൊള്ളില്ലെങ്കിലും കാണാൻ വെറുതെ വേറെ ലെവലാണ്. അതായത് അന്യൻ 4K. ഞാൻ അന്യൻ തിയേറ്ററിൽ കണ്ടിട്ടില്ലാത്ത ഒരാളാണ്. അപ്പം ആ ഒരു വലിയൊരു ഗ്രാൻഡ് സ്കെയിലിൽ നമ്മൾ വലിയ സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വേറൊരു വേർഷൻ വിഷ്വലി ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടാണ്. അതൊന്നും പറയാനില്ല. ഒത്തിരി പണിയെടുത്തിട്ടുണ്ട്, നല്ല കാശ് മുടക്കിയിട്ടുണ്ട്. പക്ഷേ കേൾക്കാൻ കൂടി കൊള്ളാവുന്ന പാട്ടുകളായിരുന്നെങ്കിൽ. തമൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജില്ലം പടപടപടപടാന്ന് പറഞ്ഞ് ഇങ്ങനെ പൊട്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇടയിൽ വല്ലതും മനസ്സിലായി എന്നേ ഉള്ളൂ. പക്ഷേ പാട്ടിൻ്റെ വിഷ്വൽസ് അടിപൊളിയാണ്. പിന്നെ ചില വാക്കുകൾ കോമഡിയായി മാറുന്ന ഒരു പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട്. സൾഫ്യൂരിക് ആസിഡ് എന്ന് കേട്ട് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ചിരി വരുന്ന ഒരവസ്ഥയിലാണുള്ളത്. മറ്റേ അന്യൻ സിനിമയിൽ പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, രജനിയെ പാത്രികയെ, കമല പാത്രികയെ, വേറെ ആരുടെയൊക്കെ പാത്രികയെ, ഉന്നമാരി ഒരു നടികനെ പാത്തതയില്ലേ എന്ന് പറഞ്ഞ പോലെ ഇമ്മാതിരി ഒരു ചാവ് പാത്തതയില്ലേ എന്ന് തോന്നിപ്പോകുന്ന പോലെയാണ്. അതുപോലെ തന്നെ തൊളയിട്ട കൈകൾ കൊണ്ടുള്ള ഫൈറ്റ് എന്ന് പറയുന്നത് ഈ സിനിമയോടുകൂടി ഒരു കൾട്ട് ക്ലാസിക്കായി മാറും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കഥയിലേക്ക് വരികയാണെങ്കിൽ വൻ കഥയാണ്. നമ്മുടെ ശങ്കർ സാർ ഇതിനു മുമ്പ് സംവിധാനം ചെയ്തിട്ടുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതുമൊക്കെയായ ഒരുപാട് സിനിമകളുടെ ആവർത്തിച്ചുള്ള സീനുകളൊക്കെ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റും. ഇനി ഒരു ചെറിയ പേഴ്സണൽ ഡയലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംസാരിക്കുമ്പോൾ വിക്കുള്ള ഒരാൾക്ക് ഒരിക്കലും ഒരു വലിയ നേതാവാകാൻ പറ്റില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവം സിനിമയിൽ കാണിക്കുന്നുണ്ട്. എൻ്റെ പൊന്ന് ശങ്കറെ പോട്ടെ, കാർത്തിക് സുബ്ബരാജ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതിയ വിവേക് വേൽമുരുക നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ EMS എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഒന്ന് അന്വേഷിച്ചൊക്കെ അറിയാം. സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്നത്, വിക്കുള്ളത്, ഒരു കുറവായി കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിനെയൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ അയാളൊരു വലിയ ലീഡർ ആവേണ്ടിയിരുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. വിക്ക് അയാളുടെ ഒരു വലിയ കുറവായി അതിനെ ആംപ്ലിഫൈ ചെയ്ത് കാണിച്ച് അങ്ങനെയൊന്നും ചെയ്യരുത്. വാക്കിന്, സംസാരത്തിന്, ആശയങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഒരല്പം സ്പീഡ് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ദാറ്റ് വാസ് പേഴ്സണൽ. ആൻഡ് എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഞാൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞ് PVRൻ്റെ ചാരു കസേരയിൽ ചാരി കിടന്നിരുന്ന് കണ്ടു തീർത്ത പടമാണ്. ഇടയ്ക്ക് വെച്ച് ഞാൻ സിനിമാ തിയേറ്ററിലാണ് എന്നുള്ള കാര്യം പോലും മറന്നിട്ട് ഒരു ചായയും ലേശം മിച്ചറും കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പോപ്കോണും കൂടി ഇനി വാങ്ങിച്ച് കഴിക്കുന്നത് ആ സിനിമ കാണാൻ വേണ്ടി ഞാൻ ഇതിൽ കൂടുതൽ പൈസ ചിലവാക്കുന്ന ഒരു വലിയ നഷ്ടമാണ് എന്ന ബോധ്യമുള്ളതുകൊണ്ട് ഉപേക്ഷിച്ചതാണ്. പക്ഷേ ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ചിലപ്പോൾ നിങ്ങൾക്കിത് വേറൊരു ഗംഭീര പടമായിട്ട് ഫീൽ ചെയ്തു വരും. ഞാൻ ഈ പറഞ്ഞ എനിക്ക് കോമഡിയായി തോന്നിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അർത്ഥവത്തും ഈ രാജ്യത്തിൻ്റെ അസഹിഷ്ണുതയ്ക്ക് ആവശ്യമാണ് എന്ന് തോന്നുന്നതൊക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കൊണ്ട് ഉപകാരമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.